ഹലോ വെൽക്കംസ് ടു അമീസ് ഫാം. 8th സ്റ്റാൻഡേർഡിൻ്റെ മാത്തമാറ്റിക്സിലെ 4th ചാപ്റ്ററിലെ 68, 69 ഈ രണ്ട് പേജ് നമ്പേഴ്സിൽ വരുന്ന രണ്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ മുകളിലായിട്ട് ലിങ്ക് കൊടുക്കാം, അത് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക കേട്ടോ. ഇനി അതിലുള്ള ബാക്കി രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇപ്പോൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവാത്ത എന്തെങ്കിലും വരികയാണെങ്കിൽ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. നമ്മൾ മാക്സിമം എല്ലാ കമൻറ്റ്സിനും റിപ്ലൈ കൊടുക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. ഇനി തീരെ മനസ്സിലാവുന്നില്ല എങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ചാനലിലെ വീഡിയോസ് വാച്ച് ചെയ്യുക. കാരണം നമ്മൾ ടൈം ഒട്ടും വേസ്റ്റ് ചെയ്യാൻ പാടില്ല, പ്രത്യേകിച്ച് നമ്മുടെ മാത്സ് സബ്ജക്റ്റിന് വേണ്ടിയിട്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ചുവടെയുള്ള ക്രിയകൾ നോക്കുക. ലുക്ക് അറ്റ് ദിസ്. ഒരു പാറ്റേണിനെയാണ് പറയുന്നത്. ഈ ക്രമത്തിൽ അടുത്ത രണ്ട് വരികളിലെ ക്രിയകൾ എഴുതുക. റൈറ്റ് ദ നെക്സ്റ്റ് 2 ലൈൻ ഇൻ ദിസ് പാറ്റേൺ. അപ്പോൾ ആദ്യം നമുക്ക് ആ പാറ്റേൺ നോക്കാം. പാറ്റേൺ നോക്കുമ്പോൾ 1 × 4 = 2 × 3 - 2. ഫസ്റ്റ് ലൈൻ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. അതിൽ എത്ര നമ്പേഴ്സ് വരുന്നുണ്ട്? 4 നമ്പേഴ്സ് വരുന്നുണ്ട്. ആദ്യത്തെ 4 നമ്പേഴ്സ് ആണല്ലോ വരുന്നത്. 1, 2, 3, 4. ഇനി അതിൻ്റെ ഓർഡർ നോക്കുക നിങ്ങൾ. അതെങ്ങനെയാണ് ഓർഡർ വന്നിരിക്കുന്നത്? 1 ഇവിടെ എഴുതിയിട്ടുണ്ട്, 2, 3 ദാ ഇവിടെ, 4 ഇവിടെ. അങ്ങനെയാണല്ലോ എഴുതിയിട്ടുള്ളത്. നമുക്ക് അധികം വളച്ച് കേട്ടാണ്ട് നമുക്ക് ആ ഉത്തരത്തിലേക്ക് കിടക്കാം. 1, 2, 3, 4. അപ്പോൾ ഈ രണ്ട് നമ്പേഴ്സിനെ ആദ്യം ഇൻറ്റു ചെയ്തു. അതിനുശേഷം ഈ രണ്ട് നമ്പേഴ്സിനെ ഇൻറ്റു ചെയ്തിട്ട് ആ ഉത്തരത്തിൽ നിന്ന് 2 കുറയ്ക്കാം. അങ്ങനെയാണല്ലോ ഈ പാറ്റേൺ. അടുത്തത് നോക്കി നോക്കിയാൽ 2, 3, 4, 5 അതാണ് അടുത്ത നമ്പേഴ്സ് അവരെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാറ്റേണിൽ എങ്ങനെയാണ് വരിക? അവസാനത്തെ 2 നമ്പേഴ്സ് ആദ്യം ഇൻറ്റു ചെയ്യാം. അതാണല്ലോ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നടുക്കിലെ 2 നമ്പേഴ്സ് ഇൻറ്റു ചെയ്തിട്ട് -2 2 കുറയ്ക്കാം. അടുത്തതും അങ്ങനെയാണല്ലോ. ഈ ഓർഡർ നോക്കുക. ഇവിടെ 1, 2, 3, 4. 4 ഫസ്റ്റ് വരികയാണെങ്കിൽ 4, 5, 6, 7 നമ്പേഴ്സ് എടുത്തു. 4, 5, 6, 7 ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്തു. ദാ അതിനുശേഷം ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്തു. ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിൽ നിന്ന് 2 കുറച്ചു. അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇനി അടുത്ത പാറ്റേൺ എന്തായിരിക്കും വരിക? 1, 2, 3, 4. അപ്പോൾ അടുത്തത് എത്രയായിരിക്കും? 5 ആവുമല്ലോ. 5 വന്നു കഴിഞ്ഞാൽ ആ 4 നമ്പേഴ്സ് എത്രയായിരിക്കും? 5, 6, 7, 8 ആണല്ലോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത് രണ്ടും കൂടി ആദ്യം ഇൻറ്റു ചെയ്യണം. 5 × 8 = ഇനി എന്താ ചെയ്യുക? ഈ നടുക്കിലത്തെ 2 നമ്പേഴ്സ് ഇൻറ്റു ചെയ്യുക. 6 × 7 അതിനുശേഷം അതിൽ നിന്ന് 2 കുറയ്ക്കുക. മനസ്സിലായല്ലോ? നമ്മളിത് അവിടെ എഴുതിയിട്ടുണ്ട്. ഇനി അതിൻ്റെ താഴെ എത്ര വരിക? ഇപ്പോൾ നമ്മൾ 5 വെച്ച് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അടുത്ത ലൈനിൽ 6 തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ആ നമ്പേഴ്സ് ഏതായിരിക്കും? 6, 7, 8, 9. 6ഉം 9ഉം കൂടി ഇൻറ്റു ചെയ്യുക. ഇൻറ്റു ചെയ്തിട്ടുണ്ട്. അടുത്ത 2 നമ്പേഴ്സും കൂടി ഇൻറ്റു ചെയ്യുക. ഇൻറ്റു ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് -2 അതും ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് നോക്കാം. അടുത്തടുത്ത 4 എണ്ണൽ സംഖ്യകളിൽ ആദ്യത്തെയും അവസാനത്തെയും സംഖ്യകളുടെ ഗുണനഫലവും നടുവിലെ 2 സംഖ്യകളുടെ ഗുണനഫലവും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇതാണ് ഞാനിപ്പോൾ ഒറ്റ വാക്കിലെ ആ ഒരു ഉത്തരം പറഞ്ഞു തന്നെ കേട്ടോ. ഇതിൻ്റെ ആൻസറായിട്ട് നിങ്ങൾക്കത് പറഞ്ഞു തരേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ അതിനൊരു ആൻസർ, പിന്നെ ഇതിന് വേറൊരു ആൻസർ, അങ്ങനെ കൂടുതൽ കൺഫ്യൂഷൻ ആക്കണ്ടെന്ന് വെച്ചാൽ ഡയറക്റ്റായി പറഞ്ഞു എന്നുള്ളൂ. ഇഫ് വി ടേക്ക് 4 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ്. ഇംഗ്ലീഷ് മീഡിയം ശ്രദ്ധിക്കേണ്ടത് കോൺസിക്യൂട്ടീവ് എന്ന് കേട്ട് കഴിഞ്ഞാൽ തന്നെ എന്തോ വലിയ നമ്പേഴ്സാണ് നിങ്ങൾ മനസ്സിൽ വെക്കും. അപ്പോൾ അതിലൊന്നും കരുതരുത്. കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത് വരുന്ന നാച്ചുറൽ നമ്പേഴ്സ്, സാധാരണ നമ്പേഴ്സിനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ പ്രൊഡക്റ്റ് ഓഫ് ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ആൻഡ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ മിഡിൽ ടു? നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെ. ഞാൻ പറഞ്ഞു 1, 2, 3, 4 നമ്പർ എടുത്തു. ഫസ്റ്റ് പറയണത് എന്താ? ആദ്യത്തെയും അവസാനത്തെയും സംഖ്യകളുടെ ഗുണനഫലവും. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ പ്രൊഡക്റ്റ് ഓഫ് ദ ഫസ്റ്റ് ഇതാണല്ലോ, ലാസ്റ്റ് ഇതാണല്ലോ 1ഉം 4ഉം, അതും ആൻഡ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ മിഡിൽ. ഇത് രണ്ടും ഈ 2 നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റും എന്ന് പറഞ്ഞ ഗുണനവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വ്യത്യാസം എന്നല്ല, അവർ തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താ ബന്ധം എന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. നമ്മൾ ആദ്യം 4 നമ്പേഴ്സ് എടുത്തു. 1, 2, 3, 4. എന്നിട്ട് ആദ്യത്തെയും അവസാനത്തെയും നമ്മൾ ആദ്യം ഇൻറ്റു ചെയ്യുന്നു. 1 × 4 നമുക്ക് എത്ര കിട്ടുക? 4 കിട്ടും. ഇനി നമ്മൾ നടുക്കിലത്തെ 2 നമ്പേഴ്സ് തമ്മിൽ ഇൻറ്റു ചെയ്യുന്നു. 2 × 3 6 കിട്ടും. ഇനി ഇത് രണ്ടും കൂടി നമ്മൾ കുറച്ചു. 6ൽ നിന്ന് 4 കുറച്ചു. നമുക്ക് എത്ര ആൻസർ കിട്ടി? 2 കിട്ടി. ഇനി ഇത് തന്നെയാണോ എല്ലാ അടുത്തടുത്ത നമ്പേഴ്സും വരുമ്പോൾ കിട്ടണമെന്ന് നമുക്ക് നോക്കണം. അപ്പം നമ്മൾ എന്ത് ചെയ്തു? അടുത്ത 4 നമ്പേഴ്സ് എടുത്തു. 4, 5, 6, 7. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുക. ആദ്യത്തെയും അവസാനത്തെയും ആദ്യം ഇൻറ്റു ചെയ്യുക. 4 × 7 28 നമുക്ക് കിട്ടും. ഇനി നടുക്കിലത്തെ 2 നമ്പേഴ്സ് ഇൻറ്റു ചെയ്യുക. 5 × 6 30 കിട്ടും. ആ 2 ഉത്തരങ്ങളും നമ്മളൊന്ന് കുറച്ച് നോക്കുക. നമുക്ക് എത്ര ആൻസർ കിട്ടും? അവിടെയും 2 കിട്ടും. അപ്പോൾ എന്താണ് ബന്ധം?
4 അടുത്തടുത്ത കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്തിട്ടുള്ള 4 നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെയും അവസാനത്തെയും നിങ്ങൾ ഇൻറ്റു ചെയ്ത് മിഡിലുള്ളത് നടുവിലുള്ള 2 നമ്പേഴ്സും ഇൻറ്റു ചെയ്ത് ഇത് രണ്ടും കൂടി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും കിട്ടുന്ന ആൻസർ എന്താണ്? 2 ആണ്. ആണല്ലോ? ക്ലിയർ ആയല്ലോ? അത് തന്നെയാണ് അവർ ഇവിടെയും പറയുന്നത്. നോക്കി നോക്കാം നമുക്ക്. ഈ ഫസ്റ്റ് പാറ്റേൺ ആണ് കേട്ടോ ഇവിടെ കാണിക്കുന്നത്. ആ പാറ്റേണിൽ എങ്ങനെയായിരുന്നു? 1 × 4 4. ഫസ്റ്റത്തെ 4 നമ്പേഴ്സ് അവരെടുത്തു. 1 2. ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ പാറ്റേൺ ആണ് കേട്ടോ. അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞു തരാണ്. 1 2 3 4 ഫസ്റ്റ് നമ്പേഴ്സ് ആയിരുന്നു. അതിൽ ആദ്യത്തെയും അവസാനത്തെയും അവർ ഇൻറ്റു ചെയ്തിട്ട് അതിൻ്റെ ഉത്തരം എത്രയാണ്? 4 ആണല്ലോ. ഇനി നടുവിലത്തെ 2 നമ്പേഴ്സ് അവർ ഇൻറ്റു ചെയ്തു. എത്ര ഉത്തരം? 6 ആണല്ലോ. ഈ 6ൽ നിന്ന് 2 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടുക? 4 തന്നെ കിട്ടും. ആൻസർ കറക്റ്റ് ആണല്ലോ. മനസ്സിലായോ? അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ഈ 2 നമ്പേഴ്സും അവസാനത്തെയും ആദ്യത്തെ നമ്പേഴ്സും കൂടി ഇൻറ്റു ചെയ്ത് നടുവിലെ 2 നമ്പേഴ്സും കൂടി ഇൻറ്റു ചെയ്തിട്ട് ഇത് രണ്ടും കൂടി ഡിഫറൻസ് കാണുമ്പോൾ നമുക്ക് 2 കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് വേറെ രീതിയിൽ ഇവിടെ പാറ്റേൺ എഴുതിയെന്നേ ഉള്ളൂ കേട്ടോ. അത്ര എഴുതിയിട്ടുള്ളൂ. മനസ്സിലായല്ലോ? ക്ലിയർ ആയല്ലോ ഇവിടെ? ഇനി നെക്സ്റ്റ്, ഈ പൊതുതത്വം ബീജഗണിതത്തിൽ എഴുതി കാരണം വിശദീകരിക്കുക. ഏത് പൊതുതത്വമാണ്? നമ്മൾ ഏതെങ്കിലും അടുത്തടുത്തുള്ള 4 നമ്പേഴ്സ് എടുക്കുമ്പോൾ ആദ്യത്തെയും അവസാനത്തെയും ഇൻറ്റു ചെയ്ത് കിട്ടുന്ന ഒരു ഉത്തരം, അതുപോലെ രണ്ടാമത്തെയും മൂന്നാമത്തെയും എന്ന് പറഞ്ഞാൽ നടുവിലെ 2 നമ്പേഴ്സ് ഇൻറ്റു ചെയ്യുന്ന ഉത്തരം, അത് 6 ആണല്ലോ. ഇത് രണ്ടും കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും ഒരേ സംഖ്യയാണ് കിട്ടുക. ആ സംഖ്യ എത്രയാണ്? 2 ആണ് എന്ന് നമ്മൾ ആൾജിബ്രായിക് ഫോർമുല അല്ലെങ്കിൽ ബീജഗണിത രൂപത്തിൽ എഴുതണം. ഇത് 1 2 3 4 എന്നുള്ള കേസിലാണോ? അല്ല. 4 5 6 എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത നമ്പർ എടുത്താലും നമുക്ക് ഇത് തന്നെ കിട്ടുക. നിങ്ങൾ വേണമെങ്കിൽ വേറെ നമ്പേഴ്സ് എടുത്ത് നോക്കുക. 27 28 29 30 എടുത്ത് നോക്ക്. ഇനി നമ്മളിത് ആൾജിബ്രായിക് ഫോർമുല അല്ലെങ്കിൽ ബീജഗണിത രൂപത്തിൽ നമ്മളത് എഴുതാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എടുക്കുന്നത് 1 2 3 4 എന്നുള്ള നമ്പേഴ്സ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റത്തെ നമ്പറിന് നമ്മൾ എക്സ് കൊടുക്കും. എക്സാമ്പിൾ പറയാം. നമ്മളിപ്പോൾ എടുക്കുന്നത് 1 2 3 4. ഫസ്റ്റത്തെ നമ്പറിന് എക്സ് കൊടുക്കുകയാണെങ്കിൽ ഈ 1ൻ്റെ ഒപ്പം എത്ര കൂട്ടിയാലും നമുക്ക് 2 കിട്ടണത്? ഒന്നും കൂടി കൂട്ടിയാലാണല്ലോ. അപ്പോൾ 2ൻ്റെ അവിടുത്തെ നമ്പർ എന്ത് വരും? x + 1. ഇനി ഈ 1ൻ്റെ ഒപ്പം എത്ര കൂട്ടിയാലാണ് 3 കിട്ടണത്? x1 + 2, അതാണ് 3. അപ്പോൾ x + 2. ഇനി നെക്സ്റ്റ് 4 കിട്ടണമെങ്കിൽ ഈ 1ൻ്റെ ഒപ്പം എത്ര കൂട്ടണം? 3 കൂട്ടണം. അപ്പം നമ്മുടെ ഇവിടുത്തെ 1 എന്ന് പറയുന്നത് x ആണ്. എക്സിൻ്റെ ഒപ്പം എത്ര കൂട്ടും? 3 കൂട്ടും. x + 3. അങ്ങനെ നമുക്ക് ആദ്യത്തെ 4 നമ്പേഴ്സ് കിട്ടിയല്ലോ. ഇനി സുഖമാണ്. ഇനി എന്താണ്? 4 നമ്പേഴ്സ് കിട്ടിയാൽ അവസാനത്തെയും ആദ്യത്തെയും നമ്മൾ ആദ്യം ഇൻറ്റു ചെയ്യും. അത് കഴിഞ്ഞാൽ നടുക്കിലത്തെ 2 നമ്പേഴ്സ് നമ്മൾ ഇൻറ്റു ചെയ്യും. എന്നിട്ട് ഇത് രണ്ടും കൂടി നമ്മൾ മൈനസ് ചെയ്യും. അപ്പോൾ കിട്ടുന്ന ഡിഫറൻസ് 2 ആണെങ്കിൽ ഇത് എല്ലാത്തിനും കറക്റ്റാണ്. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നു x + 1 x + 2 x + 3 ഇതാണ് നമ്മുടെ നമ്പേഴ്സ്. ആദ്യം നമ്മൾ x × x + 3 ചെയ്യുന്നു. x × x ബ്രാക്കറ്റ് മാറ്റണം. അപ്പോൾ x × x² ഇനി ഈ x × 3 പുറമെ കിടക്കുന്ന ഒരാളെ കൊണ്ട് എല്ലാവരെയും അകത്ത് കിടക്കണം നമ്മൾ ഇൻറ്റു ചെയ്യിപ്പിക്കണം. അപ്പോൾ x × 3 3x. അപ്പോൾ ഒരു ഭാഗം കിട്ടി. ഇനി എന്താണ്? നടുക്കിലത്തെ 2 നമ്പേഴ്സ് തമ്മിൽ ഇൻറ്റു ചെയ്യണം എന്ന് പറയുമ്പോൾ x + 1 × x + 2. അപ്പോൾ ആദ്യത്തെ ബ്രാക്കറ്റിൽ നിന്ന് ആദ്യത്തെ ആളെ എടുക്കുക. x × x x². ആ നമ്പർ കൊണ്ട് തന്നെ അടുത്ത ആളെ ഇൻറ്റു ചെയ്യിപ്പിക്കുക. x × 2 2x. ഇനി അടുത്ത ആൾ 1 × x x 1 × 2 2. ഇനി എന്താ വേണ്ടത്? എക്സ് ഒക്കെ നമ്മൾ ഒരുമിച്ചാക്കുക. x² + 2x + x എന്ന് പറഞ്ഞാൽ 3x. 2xൻ്റെ ഒപ്പം ഒരു എക്സും കൂടി വന്നാൽ 3x. അപ്പോൾ x² + 3x + 2 കിട്ടി. ഇനി ഈ 2 ആൻസേഴ്സ് നമ്മൾ മൈനസ് ചെയ്യും. ഓക്കെ. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പ് അതാണ്. x² + 3x + 2 മൈനസ് x² + 3x. അപ്പോൾ x² കട്ട് ചെയ്ത് പോയി, 3x കട്ട് ചെയ്ത് പോയി, ബാക്കി ആരുണ്ട്? 2 ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് 2 ആൻസർ കിട്ടി. നേരത്തെ കണക്കുകളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എന്താണ്? 2 തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ. അപ്പോൾ ഇത് കറക്റ്റ് ആണല്ലോ. ഇത് കറക്റ്റാണ്. നെക്സ്റ്റ് 4th ക്വസ്റ്റ്യൻ. 46 × 28 എന്ന ഗുണനഫലം കണ്ടുപിടിക്കാനുള്ള ഒരു രീതി ചുവടെ കാണിച്ചിരിക്കുന്നു. ഷോൺ ബിലോ ഇസ് എ മെത്തേഡ് ടു ദ പ്രൊഡക്റ്റ് 46 × 28. മറ്റ് ചില 2 അക്ക സംഖ്യകളിൽ ഈ രീതി പരിശോധിക്കുക. ചെക്ക് ദിസ് മെത്തേഡ് ഫോർ സം അതർ 2-digit നമ്പർ. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. അത് നിങ്ങൾ ആദ്യം വാച്ച് ചെയ്യുക. അതിനുശേഷം മാത്രം അടുത്ത 2 നമ്പേഴ്സ് കൊടുക്കുക. ഇഷ്ടമുള്ള 2 നമ്പേഴ്സ് ഇതുപോലെ കൊടുത്തിട്ട് നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്തിട്ട് ആൻസർ കറക്റ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കുക. 46 × 28 അതാണ് നമ്മുടെ നമ്പർ. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇത് 1's പൊസിഷൻ, ഒറ്റയുടെ സ്ഥാനത്ത് നിൽക്കുന്ന നമ്പറാണ്. ഇത്
10th പൊസിഷൻ, 10ൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന നമ്പറാണ്. അതുപോലെ ഈ നമ്പറിലും ഇത് ഒറ്റ, വൺസ് ഇത് 10th, 10ൻ്റെ പൊസിഷൻ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആദ്യത്തെ സ്റ്റെപ്പ് 10ൻ്റെ പൊസിഷനിൽ കിടക്കുന്ന നമ്പേഴ്സ് രണ്ടും ഇൻറ്റു ചെയ്യാം. അപ്പോൾ 46-ലെ 10ൻ്റെ പൊസിഷൻ 4 അതും 28-ലെ 10ൻ്റെ പൊസിഷൻ 10th പൊസിഷൻ 2 അത് രണ്ടും കൂടി നമ്മൾ ഇൻറ്റു ചെയ്തു. ഇനി ഈ 10ൻ്റെ പൊസിഷൻ എടുക്കണ കാരണം 46-ലും ഒരു 10ൻ്റെ പൊസിഷൻ എടുത്തു, അപ്പോൾ ഒരു 10, 28 28-ന്നും ഒരു 10ൻ്റെ പൊസിഷൻ എടുത്തു, അപ്പോൾ അടുത്ത 10. ഈ 10 × 10 എത്രയാണ്? 100 ആണല്ലോ. അപ്പോൾ ഈ കിട്ടുന്ന ആൻസർ നമ്മൾ 100 കൊണ്ട് ഇൻറ്റു ചെയ്യാം. ആദ്യം 10ൻ്റെ പൊസിഷൻ 10th പൊസിഷനിൽ കിടക്കുന്ന രണ്ട് നമ്പേഴ്സ് നമ്മൾ ഇൻറ്റു ചെയ്തു. നമുക്ക് 8 ആൻസർ കിട്ടി. ഇനി ആ നമ്പർ കൊണ്ട് നമ്മൾ 100 കൊണ്ട് ഇൻറ്റു ചെയ്തു. ആ നമ്പർ 100 കൊണ്ട് ഇൻറ്റു ചെയ്തു. എങ്ങനെയാണ്? രണ്ടും 10ൻ്റെ പൊസിഷനിൽ 10th പൊസിഷനിൽ കിടക്കണ കാരണം 10 × 10 നമുക്ക് 100 കിട്ടി. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ ഒരു ആൻസർ കിട്ടി. ഇനി അടുത്തത് എന്ന് പറയുന്നത് 46 × 28. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 10th വൺസ് ഒറ്റ 10 അങ്ങനെയാണ്. അപ്പോൾ ആദ്യത്തെ നമ്പറിൽ നിന്ന് 10ൻ്റെ പൊസിഷൻ 10ൻ്റെ പൊസിഷനിലുള്ള നമ്പറും രണ്ടാമത്തെ നമ്പറിൽ നിന്ന് ഒറ്റയുടെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ വൺസിൻ്റെ പൊസിഷനുള്ള നമ്പറും കൂടി ഇൻറ്റു ചെയ്യുക. മനസ്സിലായി? ആദ്യം നമ്മൾ 10 പൊസിഷനാണ് ഇൻറ്റു ചെയ്ത്. ഇതങ്ങനെയല്ല, 10ൻ്റെയും അടുത്ത നമ്പറിൽ നിന്ന് ഒറ്റ എന്ന് പറഞ്ഞാൽ വൺസിൻ്റെ പൊസിഷനും ഇൻറ്റു ചെയ്തു. അപ്പോൾ 4 × 8. അതിൻ്റെ കൂടെ അടുത്ത നമ്പറിൽ ആദ്യത്തെ നമ്പറിൽ നമ്മൾ ആദ്യം 10 എടുത്ത്, ഇനി അതിലെ വൺസ് പൊസിഷൻ ഒറ്റയുടെ സ്ഥാനം എടുക്കുക, രണ്ടാമത്തെ നമ്പറിലെ 10th പൊസിഷൻ 10ൻ്റെ പൊസിഷനും എടുക്കുക, അത് രണ്ടും കൂടി ഇൻറ്റു ചെയ്യുക. അപ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. അത് നമ്മൾ 10 കൊണ്ട് ഇൻറ്റു ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പിലും ഒരു ആൻസർ കിട്ടി. മനസ്സിലായല്ലോ? ഇതിങ്ങനെ ഒറ്റ 10 എന്ന് പറഞ്ഞ് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക. ആദ്യം രണ്ട് നമ്പേഴ്സ് എഴുതി എന്നിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പിൽ അവസാനത്തെ രണ്ട് നമ്പർ ഇൻറ്റു ചെയ്യുക, പ്ലസ് നടുക്കിലത്തെ രണ്ട് നമ്പർ ഇൻറ്റു ചെയ്യുക. മനസ്സിലായല്ലോ? അതിൻ്റെ ഒപ്പം 10 ഇൻറ്റു ചെയ്യുക. ക്ലിയറായി? ഓക്കെ. ഇനി അടുത്തതെന്ന് പറയുന്നത് ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്തത് എന്താണ്? ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ 10ൻ്റെ പൊസിഷൻ 10ൻ്റെ പൊസിഷൻസ് ആണ് ഇൻറ്റു ചെയ്തത് ആണല്ലോ. കണ്ടോ? ലാസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് വൺസിൻ്റെ പൊസിഷൻസ് ആണ്. ഓക്കെ, ഒറ്റയുടെ പൊസിഷൻസ് 6 × 8. അതിൻ്റെ ഒപ്പം ഒന്നും ഇവിടെ ഇൻറ്റു ചെയ്യേണ്ട ആവശ്യമില്ല. ആദ്യം നമ്മൾ 100 ഇൻറ്റു ചെയ്തു, പിന്നെ 10 ഇൻറ്റു ചെയ്തു. ഇനി ഇവിടെ ഒന്നും നമ്മൾ ഇൻറ്റു ചെയ്യേണ്ട ആവശ്യം ഇല്ല. ക്ലിയർ ആയല്ലോ? ഓക്കെ, കാരണം എന്താണ്? അത് വൺസിൻ്റെ പൊസിഷനാണ്. ഓക്കെ, ഇനി ആ കിട്ടിയ ഉത്തരങ്ങളൊക്കെ നമ്മൾ കൂട്ടുന്നു. അപ്പോൾ നമുക്ക് 1288 കിട്ടി. അത് കറക്റ്റാണ്. നിങ്ങൾ 46 × 28 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ തന്നെയാണ് ഈ സ്റ്റെപ്പ് പ്രകാരം നമുക്ക് കിട്ടുന്നതും. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഞാൻ 12ഉം 22 രണ്ട് നമ്പേഴ്സ് എടുത്തു. ഓക്കെ, ഇനി ഈ 12 × 22 എടുത്തു. ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? 10ൻ്റെ പൊസിഷനിൽ വരുന്ന രണ്ട് നമ്പേഴ്സ് ഇൻറ്റു ചെയ്യാം. അപ്പോൾ ഇത് വൺസ് പൊസിഷൻ, ഇത് 10th പൊസിഷൻ, അതുപോലെ ഇത് വൺസ്, ഇത് 10th പൊസിഷനിൽ 10ൻ്റെ പൊസിഷനിൽ കിടക്കുന്ന നമ്പർ ആരൊക്കെയാണ്? 1ഉം 2ഉം ആണ്. അപ്പോൾ ആദ്യം അത് രണ്ടും ഞാൻ ഇൻറ്റു ചെയ്തു. 1 × 2 2. ഇനി എന്താ വേണ്ടത്? 100 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ 2 × 100 ചെയ്തു. എനിക്ക് 200 കിട്ടി. ആദ്യത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് ഞാൻ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോട്? ഒരു 10th പൊസിഷനും ഒരു വൺസ് പൊസിഷനും എടുക്കണം. ഇത് 10th ആണ്, ഇത് വൺസ്, ഇത് 10th, ഇത് വൺസ്. ഓക്കെ, ഒറ്റ 10. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ആദ്യം 10ൻ്റെ പൊസിഷൻ എടുക്കുകയാണെങ്കിൽ അടുത്ത നമ്പറിൽ നിന്ന് നമ്മൾ വൺസ് പൊസിഷൻ എടുക്കണം. ക്ലിയർ ആണല്ലോ? ഇനി അങ്ങനെ മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 12 × 22. അവസാനത്തെ രണ്ട് നമ്പർ ഇൻറ്റു ചെയ്യുക, നടുക്കിലത്തെ രണ്ട് നമ്പർ ഇൻറ്റു ചെയ്യുക. അപ്പോൾ 1 × 2 പ്ലസ് 2 × 2 6 കിട്ടി. അത് 10 കൊണ്ട് ഇൻറ്റു ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ 60 കിട്ടി. രണ്ടാമത്തെ സ്റ്റെപ്പും നമുക്ക് കിട്ടി. ഇനി ഒരു സ്റ്റെപ്പും കൂടിയുള്ളൂ. വൺസ് പൊസിഷനിലുള്ള നമ്പേഴ്സ് നമ്മൾ ഇൻറ്റു ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ 2 × 2 ചെയ്യുന്നു. 4 ആൻസർ കിട്ടി. അതും കൂടി കൂട്ടിയപ്പോൾ 264 നമുക്ക് ഉത്തരം കിട്ടി. നിങ്ങൾ നോക്ക്, 12 ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയത് 264 ആണ്. ഇനി നമുക്ക് സാധാ ഇൻറ്റു ചെയ്യുന്ന പോലെ ചെയ്ത് നോക്കാം. കറക്റ്റാണോ എന്ന് നോക്കണമല്ലോ. 2 × 2 4, 1 × 2 2, 2 × 2 4, 1 × 2 2, 4 6 2. 264 തന്നെയുള്ള ആൻസർ കിട്ടി. ഇനി ഇതുപോലെ നിങ്ങൾ ഒരു നമ്പറും കൂടി ചെയ്ത് നോക്കുക കേട്ടോ. ഒരു 11 × 12 അങ്ങനെ ഏതെങ്കിലും ഒരു നമ്പർ നിങ്ങൾ ചെയ്ത് നോക്കണം. നെക്സ്റ്റ് ഇതിലെ ബി പാർട്ട്
എക്സ്പ്ലെയിൻ വൈ ദിസ് ഈസ് കറക്റ്റ് യൂസിങ് ആൾജിബ്ര. അപ്പോൾ ആൾജിബ്ര വെച്ച് ബീജഗണിത രീതിയിൽ ഇത് ശരിയാകാനുള്ള കാരണം വിശദീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ 7th സ്റ്റാൻഡേർഡിലെ ആ ടെക്സ്റ്റ് ബുക്കിലെ നമ്പേഴ്സ് ആൻഡ് ആൾജിബ്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്, സംഖ്യകളും ബീജഗണിതവും. അതിൽ ഇങ്ങനെ രണ്ടൊക്കെ സംഖ്യകളൊക്കെ വന്നപ്പോൾ നമ്മളെടുത്ത നമ്പറായിരുന്നു ഇത് 10m + n എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നമ്പർ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ഫോമൊക്കെ വെച്ചിട്ട്, ആ ഒരു ഐഡിയ വെച്ചിട്ട് ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഒന്നുമില്ല, ഏതെങ്കിലും 2 നമ്പേഴ്സ് എടുത്തു നമ്മൾ, എന്നിട്ട് നമ്മൾ അതിനെ ഓരോ സ്റ്റെപ്പ് പ്രകാരം കൊണ്ടുവന്നുല്ലോ. അതുപോലെ നമ്മുടെ ആൾജിബ്ര ഫോം എന്ന് പറഞ്ഞാൽ എക്സ്, വൈ, എം, എൻ, എ, ബി അങ്ങനെ ഏതെങ്കിലും ലെറ്റേഴ്സൊക്കെ വെച്ചിട്ട് ഇതുപോലെ 2 ഡിജിറ്റ് ആയിട്ടുള്ള 2 നമ്പേഴ്സ് തമ്മിൽ ഇൻറ്റു ചെയ്യുന്ന ഈ സ്റ്റെപ്സൊക്കെ ഒന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സിമ്പിളാണ്, നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്. 12 × 22. നമുക്ക് 1 അറിയില്ല, 2 അറിയില്ല, ഈ 2 അറിയില്ല, ഈ 2 അറിയില്ല, ഇത് നമ്പേഴ്സ് ഒന്നും അറിയില്ലല്ലോ. ഇങ്ങനെ പറയണ്ട, ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ സെയിം നമ്പേഴ്സ് വരണ കാരണം ആ എക്സ് തന്നെ ഇവിടെ ഇട്ടൂടെ എന്നൊക്കെ ഡൗട്ട് തോന്നും. അതുകൊണ്ട് വേണ്ട. 3, 4 × 21. ഓക്കെ, അപ്പോൾ ഈ നമ്പേഴ്സ് ഒന്നും നമുക്ക് അറിയില്ല. അപ്പോൾ നമ്മൾ എന്തിട്ടു? 3ക്ക് എക്സ്, 4ന് വൈ, 2ന് എം, 1ന് എൻ. കണ്ട, ഇങ്ങനെ നമ്മളൊരു നമ്പർ ഉണ്ടാക്കി. നമുക്ക് ആൾജിബ്ര ഫോമിൽ ബീജഗണിത രൂപത്തിലാണല്ലോ വേണ്ടത്. അതുകൊണ്ട് എക്സ്, വൈ × എം എന്ന് പറഞ്ഞിട്ടൊരു നമ്പർ ഉണ്ടാക്കി. ഇനി ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ നോക്കണം. അപ്പോൾ നമ്മൾ ആകെ സ്റ്റെപ്സ് മാത്രം എഴുതി വെച്ചാൽ മതി. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിപ്പോൾ 2 നമ്പേഴ്സ് ആണെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ 10ൻ്റെ പൊസിഷൻ, അതിൻ്റെ 10th പൊസിഷനിലുള്ള നമ്പേഴ്സ് ഇൻറ്റു ചെയ്യാം. 10th പൊസിഷനിലുള്ള നമ്പറാണ് എക്സും ഈ നമ്പറിൽ എക്സ് വൈയിലെ 10th പൊസിഷൻ ഇത് 1, ഇത് 10, ഇത് അതുപോലെ എം എന്നിലെ 10th പൊസിഷൻ ഇത് 1, ഇത് 10th, ഇത് ഒറ്റ, ഇത് 10. ഓക്കെ, അപ്പോൾ എക്സും എമ്മും കൂടി നമ്മൾ ആദ്യം ഇൻറ്റു ചെയ്യുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതിൻ്റെ കൂടെ നമ്മൾ 100 ഇൻറ്റു ചെയ്യണം. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് എത്ര കിട്ടും? എക്സം × 100 = 100 എക്സം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് കിട്ടി. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു, ഞാൻ സിംപ്ലസ്റ്റ് മെത്തേഡ് ആദ്യം പറഞ്ഞ എളുപ്പവഴി മാത്രമേ പറയുന്നുള്ളൂ. അവസാനത്തെ 2 നമ്പേഴ്സ് നമ്മൾ ഇൻറ്റു ചെയ്തു, എക്സ് × എൻ. ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ. ഇനി നടുക്കിലെ 2 നമ്പേഴ്സ് വൈ × എം, ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ. ഇത് രണ്ടും കൂടി കൂട്ടുക. അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുക? എക്സ് × എൻ എന്ന് പറഞ്ഞാൽ എക്സ് എൻ, വൈ × എം എന്ന് പറഞ്ഞാൽ വൈ എം. അത്രയേ ഉള്ളൂ. ഇനി അതിൻ്റെ കൂടെ എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? രണ്ടാമത്തെ സ്റ്റെപ്പിൻ്റെ കൂടെ 10 ഇൻറ്റു ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 10 ഇൻറ്റു ചെയ്യുമ്പോൾ പുറമെ കിടക്കുന്ന ഒരാൾ ബ്രാക്കറ്റ് മാറ്റുമ്പോൾ ബ്രാക്കറ്റിലുള്ള എല്ലാവർക്കും നമ്മൾ കൊടുക്കണം. 10ന് ഞാൻ എക്സ് എൻ കൊടുത്തു, അപ്പോൾ 10xn. ഈ 10ന് ഞാൻ വൈ എമ്മിനും കൊടുത്തു, അപ്പോൾ 10ym. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പും കിട്ടി. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആദ്യത്തെ സ്റ്റെപ്പിൻ്റെ ഓപ്പോസിറ്റ്. ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ 10th പൊസിഷൻ, 10ൻ്റെ പൊസിഷൻ എടുത്തു. മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ 1's പൊസിഷൻ എടുക്കണു, എക്സ് വൈ × എം എൻ. ആദ്യത്തെ സ്റ്റെപ്പിൽ 10ൻ്റെ പൊസിഷൻ എടുത്ത് എഴുതി. മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ 10th പൊസിഷൻ എടുക്കും, വൈ × എൻ. അതിൻ്റെ ഒപ്പം നമ്മൾ ഒന്നും ഇൻറ്റു ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താ? അത് 1's ഒറ്റയുടെ പൊസിഷനിലൊക്കെ എടുക്കണം. ഓക്കെ, അപ്പോൾ ഈ വൈ എൻ × 1 എന്ന് പറഞ്ഞാൽ വൈ എൻ തന്നെയാണ് വരിക. അപ്പോൾ വൈ × എൻ, വൈ എൻ. അപ്പോൾ നമുക്കിപ്പോൾ എത്ര ആൻസർ കിട്ടി? ഇതാ നമ്മുടെ ഫസ്റ്റ് ആൻസർ 100xm, പിന്നെ 10xn + 10ym + yn. ഇത് മൂന്നും കൂടി കൂട്ടണതാണ് നമ്മുടെ ഈ ആൻസർ. ഇതാണ് നമ്മുടെ ആൾജിബ്രായിക് ഫോം, അല്ലെങ്കിൽ നമ്മുടെ ബീജഗണിത രീതി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് കറക്റ്റാണോ എന്ന് നമുക്കറിയോ? ഇല്ല, ഇത് കറക്റ്റാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതാണ് അടുത്തൊരു സ്റ്റെപ്പ്. നമ്മൾ ഈ നമ്പറിനെ ഒന്ന് മാറ്റി എഴുതാൻ പോവാണ്. എക്സ് വൈ × എം എൻ തന്നെയാണ് നമ്മൾ എടുക്കുക. അത് മാത്രമേ നമുക്ക് ആൾജിബ്രായിക് ഫോമിൽ ബീജഗണിത രീതിയിൽ ഇങ്ങനെ ആൽഫബറ്റ്സ് വെച്ചാൽ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു ചെറിയ മാറ്റം നമ്മൾ കൊണ്ടുവരികയാണ്. ഓക്കെ, നമുക്കറിയാം എക്സ് വൈ എന്ന് പറഞ്ഞാൽ അത് കിടക്കുന്നത് ഇതാ എക്സ് വൈ. എക്സ് എന്ന് പറയുന്നത് 10th പൊസിഷൻ, 10ൻ്റെ പൊസിഷനാണ്. അപ്പം നമ്മൾ എക്സിനെ ഒന്ന് മാറ്റിയിട്ട് 10x ആക്കി മാറ്റുന്നു. ഇനി വൈ കിടക്കുന്നത് ഒറ്റേറെ പൊസിഷൻ, 1's പൊസിഷനാണെന്നറിയാം. അപ്പം നമ്മൾ ആ വൈനെ 1y ആക്കി മാറ്റുന്നു. ഈ 1y എന്ന് പറഞ്ഞാൽ y എന്ന് തന്നെയാണല്ലോ. അപ്പോൾ നമ്മൾ എന്ത് എഴുതുന്നു? 10x + y. അപ്പോൾ നമ്മൾ ആദ്യത്തെ എക്സ് വൈ എന്ന് പറയുന്നത് ഇങ്ങനൊരു നമ്പറാക്കി മാറ്റി. ഇനി നമ്മുടെ കയ്യിലുള്ളത് എം എൻ ആണ്. എം എന്നിൽ എം കിടക്കുന്നത് ഏത് പൊസിഷനാണ്? നമുക്കറിയാം എൻ അല്ലെങ്കിൽ എൻ എന്ന് പറയുന്നത് ഒറ്റ 1's പൊസിഷൻ, എം എന്ന് പറയുന്നത് 10 അല്ലെങ്കിൽ 10th പൊസിഷൻ. അപ്പോൾ എമ്മിനെ നമ്മൾ എന്താക്കും? 10ൻ്റെ പൊസിഷൻ ആയതുകൊണ്ട് 10m + n ഒറ്റയുടെ പൊസിഷൻ, 1ൻ്റെ പൊസിഷനാണ്. അപ്പോൾ 1n. 1n എന്ന് പറഞ്ഞാൽ n എന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ എന്താവും? 10m
പ്ലസ് n. ഇനി ഈ രണ്ട് നമ്പർ നമ്മൾ യൂസ് ചെയ്യാം. കണ്ടോ, 10x പ്ലസ് വൈ ഇൻറ്റു നമ്മളിവിടെ ഇട്ട് കൊടുത്തില്ലെങ്കിലും ഇൻറ്റു ഉണ്ട് എന്നാണ് അർത്ഥം. ബ്രാക്കറ്റ് 10m പ്ലസ് n. ഇനി ഇങ്ങനത്തെ ആൻസർ വന്നാൽ ചെയ്യാൻ എളുപ്പമാണല്ലോ. എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ആദ്യത്തെ ബ്രാക്കറ്റിൽ നിന്നുള്ളിൽ നിന്ന് ആദ്യത്തെ ആളെ എടുക്കുക. ഈ നമ്പറിന് ആദ്യം ഇൻറ്റു ചെയ്യിപ്പിക്കുക, 10x ഇൻറ്റു 10m. ഇനി ആ നമ്പർ കൊണ്ട് തന്നെ അടുത്ത ആളെ ഇൻറ്റു ചെയ്യിപ്പിക്കുക, 10x ഇൻറ്റു n. അപ്പോൾ 10xൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഇനി ആ ബ്രാക്കറ്റിലുള്ള അടുത്ത നമ്പറിന് എടുക്കുക, വൈനെ എടുത്തു. ഇതുപോലെ തന്നെ 10mനെ ആദ്യം ഇൻറ്റു ചെയ്യിപ്പിച്ചു. അതിനുശേഷം ഈ വൈനെ തന്നെ എന്നിനെ ഇൻറ്റു ചെയ്യിപ്പിച്ചു. ആ ഒരു സ്റ്റെപ്പ് നമ്മൾ താഴെ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്, എവിടെ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സ്പ്ലിറ്റ് ചെയ്യാം. എങ്ങനെയായിരിക്കും നമ്മുടെ ആൻസർ വരിക എന്ന് നോക്കാം. 10x ഇൻറ്റു 10m എന്ന് പറഞ്ഞാൽ 10 ഇൻറ്റു 10 100, 100xm ആദ്യത്തെ ആൻസർ. ഇനി 10x ഇൻറ്റു n എന്ന് പറഞ്ഞാൽ 10xn എഴുതി വെച്ചു. അടുത്തത് y ഇൻറ്റു 10m എന്ന് പറഞ്ഞാൽ 10ym അതും എഴുതി വെച്ചു. y ഇൻറ്റു n yn. ഇപ്പോൾ കിട്ടിയ ആൻസറും നമ്മൾ നേരത്തെ കിട്ടിയ ഈ ആൻസറും കറക്റ്റ് ആണോ എന്നെല്ലാവരും ഒന്ന് നോക്കിയേ. 100xm ഉണ്ട്, ഇവിടെയും 100xm ഉണ്ട്. 10xn ഉണ്ട്, ഇവിടെയും 10xn ഉണ്ട്. 10ym ഉണ്ട്, ഇവിടെയും 10ym ഉണ്ട്. അറ്റ് ലാസ്റ്റ് ഇതിൽ yn ഉണ്ട്, ഇതിലും yn ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്ത ആൻസർ കറക്റ്റാണ്. ആൾജിബ്രായിക് ഫോമിൽ ഇതുപോലെയുള്ള രണ്ട് നമ്പറിൻ്റെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഗുണനം ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ഈ രണ്ട് സ്റ്റെപ്പും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഇതിനെ പ്രകാരം വരികയാണെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്തായാലും അതിനുള്ള റിപ്ലൈ നമ്മൾ തരും. അടുത്ത പാർട്ട് എത്രയും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യും. നമ്മൾ സയൻസും ഇംഗ്ലീഷും ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല, കുറച്ചും കൂടി നമുക്ക് നിങ്ങളുടെ ഒപ്പം എത്താനുണ്ട്. അപ്പോൾ അതൊന്ന് അപ്ലോഡ് ചെയ്തതിന് ശേഷം നാളെയോ മറ്റന്നാളായിട്ട് നമ്മൾ ബാക്കിയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യും കേട്ടോ. താങ്ക്